ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. നമ്മളെ മക്കൾ എന്താ പറയുക, ഇപ്പോൾ ഫുഡൊന്നും കഴിക്കണില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താ പറയുക, മന്തി, ബിരിയാണി അങ്ങനത്തെ ഫുഡുകളോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനത്തെ പിള്ളേർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് എന്താ വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ്. ഇപ്പം ഞാൻ നൈറ്റാണ് എടുക്കണത് വീഡിയോ. അപ്പോൾ ഇവിടെ രണ്ടാൾക്കാരുണ്ട്, ഞങ്ങളെ വീട്ടിലും രണ്ടാൾക്കാരുണ്ട്. മന്തിയുടെയും ബിരിയാണിയുടെയും ആൾക്കാരാണ് കേട്ടോ. അവർ കളർ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും, ഇന്നത്തെ ദിവസം ചോറിൻ്റെ കളർ എന്താണെന്ന് ചോദിക്കും. എന്നിട്ടാണ് അവർ ചോറ് തിന്നുക. അപ്പം എന്ത് ചെയ്യും, ഞാൻ അവരെ പറ്റിക്കാൻ എടുക്കണ ഒരു ടിപ്സാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ആദ്യം ഓയിലാണ് ഒഴിച്ചത്. ഓയിലൊഴിച്ച് കടുക് പൊട്ടിച്ച്, കടുക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഞാൻ എപ്പോഴും എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴും അതിൽ കടുക് പൊട്ടിച്ചിട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ അത് കുറച്ച് കടുകിട്ട്, പിന്നെ സവോള ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും. ഇത് എനിക്ക് ഇങ്ങനെ അളവ് പറഞ്ഞിട്ട് ഇടാനറിയില്ല. ഞാൻ കൈയളവ്, നമ്മളൊരു അളവുണ്ടാവുമല്ലോ, അതിനനുസരിച്ചിട്ടാണ് ഇട്ടേക്കണേ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊരളവാണ് വേണ്ടത് അതിനനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഞാനിത്തിരി തീ കുറയ്ക്കാൻ മറന്നു. അപ്പം ഇച്ചിരി കരിഞ്ഞിട്ടില്ല, ഒന്ന് മൊരിഞ്ഞു പോയി. അപ്പം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടാ. എൻ്റെ അടുത്തൊരാൾ വന്നിട്ടുണ്ട്, ഫുഡായോ എന്ന് ചോദിച്ചിട്ട്. അപ്പം അങ്ങനെ വേഗം ധൃതി ആയപ്പോഴങ്ങനെ ഉണ്ടാക്കിയതാട്ടാ. പിന്നെ ഞാൻ അതിലേക്ക് ചിക്കൻ മസാല ഇട്ടു കുറച്ച്, അതിനനുസരിച്ച്. പിന്നെ ഗരം മസാല, ഇതൊക്കെ എൻ്റെ അളവാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അളവിന് എടുത്താൽ മതി. പിന്നെ ഓയിൽ കുറച്ച് മതി കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. എന്നിട്ട് വാടിയതിന് ശേഷം അതൊന്ന് മണമൊക്കെ ഇതായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ വാടി വന്നതിന് ശേഷം പിന്നെ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ വന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ എത്തിച്ച് നോക്കിയും ഇതായിട്ട് അങ്ങനെ ഉരുളൻകിഴങ്ങ് ഞാൻ ചെറുതാക്കി അരിഞ്ഞേക്കാണ്. വലുതാക്കി അരിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കഴിക്കില്ല. അപ്പോൾ എന്താ കുഞ്ഞ് കഷ്ണാക്കിയിട്ട് അരിഞ്ഞിട്ടേക്കാം. ഞാൻ ഇപ്പോൾ അത് 2-3 കുഞ്ഞ് ഉരുളൻകിഴങ്ങാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അവർ ഉണ്ണികൾക്ക് മാത്രം മതിയല്ലോ. അങ്ങനെ ചില ദിവസം കുറച്ച് കൂടുതലുണ്ടാക്കും, ഞങ്ങളും കുറച്ച് അതിൽ നിന്ന് കഴിക്കും. അങ്ങനെ അത് ഞാൻ വാടി വന്നിട്ടുണ്ട്. അതിന് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പം ഞാൻ അതിൽ നിന്ന് ഇത്തിരി മാറ്റി വെച്ചത് മോനിക്ക് കറി മതി എന്ന് പറഞ്ഞു, അങ്ങനെ ആക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവനക്ക് ഞാനതിൽ പാത്രത്തിലേക്ക് ഇത്തിരി മാറ്റി വെച്ചതാണ് കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് നിങ്ങളെ മക്കൾക്ക് കൊടുത്തു നോക്കുക. ഇത് ഞാൻ വേറെ എരിവിന് അങ്ങനെ ഒന്നും ഇടണില്ല, വെറുതെ മസാലപ്പൊടിയും ചിക്കൻ മസാലയും മാത്രമാണ് ഇടുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ സാധാ ചോറ്, നമ്മളിപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ലേ നമുക്ക് കഴിക്കാൻ, ആ ചോറിൽ നിന്ന് കുറച്ച് ഒരു 3 കയ്യിലിട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം അവനക്കും കൂടിയിട്ടാണ് എടുത്ത് വെച്ചത്, മോനക്കും കൂടിയിട്ടാണ് ആക്കി വെച്ചത്. അപ്പോൾ അവൻ വേണ്ടാന്ന് പറഞ്ഞ കാരണം പിന്നെ ഞാനത് നീക്കി വെച്ചു. ചോറിട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയിലയുടെയും ഇതിൻ്റെയൊക്കെ മണം അടിക്കുമ്പോൾ പിന്നെ അവർ വിചാരിച്ചോളുമല്ലോ, ചെറിയ മക്കളല്ലേ. അപ്പോൾ അവർക്ക് ഇപ്പം അങ്ങനത്തെ മണമൊക്കെ വേഗം അറിയും, നമ്മളെക്കാട്ടും കൂടുതൽ അറിയണത് അവർക്കായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ മക്കൾക്ക് കൊടുത്തേക്കാം, അവരെന്തായാലും കഴിക്കും.